നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് ഒലിഗോപ്പൊളി പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷൻസ് ആണ്. അതായത് ഒലിഗോപ്പൊളി മാർക്കറ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ആസ് യൂഷ്വൽ. ദെൻ കൂർനോട്ട്, ഇതിലെ ഡിഫറെൻറ്റ് മോഡൽസ് ആണ്. കൂർനോട്ട് മോഡൽ, സ്റ്റാക്കിൾബർഗ്സ് മോഡൽ, പോൾസ് വിസി മോഡൽ, ലൈക്ക് കിങ്ഡ് ഡിമാൻഡ് കർവ് അനാലിസിസ്. ദെൻ എന്തുകൊണ്ടാണ് ആ കിങ്ഡ് ഡിമാൻഡ് കർവ് വരുന്നത്. ദെൻ കോപ്പറേറ്റീവ്സ് ആൻഡ് നോൺ കോപ്പറേറ്റീവ് ബിഹേവിയറിനെ കുറിച്ച് പറയുന്നു. പിന്നെ കാർട്ടൽ തിയറി ഓഫ് ഒലിഗോപ്പൊളി. ഇത്രയാണ് നമ്മുടെ ഈ ഒരു മൊഡ്യൂളിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് ഒലിഗോപ്പൊളി. ഒലിഗോപ്പൊളി എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ എമംഗ് ഫ്യൂ ഫേംസ് എന്നുള്ളതാണ് ഒലിഗോപ്പൊളി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒലിഗോപ്പൊളിയുടെ ഡിഫറെൻറ്റ് ഡെഫിനിഷൻസ് നോക്കിയാൽ നമുക്ക് ഒലിഗോപ്പൊളിയിൽ ഒരു ഫേം ഒന്നുകിൽ ഹോമോജനസ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹെട്രോജനസ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. ഒരു ഫ്യൂ സെല്ലേഴ്സിന്റെ മാർക്കറ്റാണ് ഒലിഗോപ്പൊളി മാർക്കറ്റ്. അവർ ഐദർ ഹോമോജനസ് ഓർ ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്റ്റ് വിൽക്കാം. ഫീച്ചേഴ്സ്, ഫ്യൂ സെല്ലേഴ്സ് ആണ് ഉള്ളത്. ദെൻ ഇന്റർഡിപെൻഡൻസ്, അതായത് ഒരു ഫേമിന്റെ ബിഹേവിയർ മറ്റൊരു ഫേം എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ഒരു ഫേം എടുക്കുന്ന പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷൻ മറ്റുള്ള ഫേമും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അതനുസരിച്ചിട്ട് അവരും അവരുടെ പ്രോഡക്റ്റിന്റെ പ്രൈസും ഔട്ട്പുട്ടും ഒക്കെ ഫിക്സ് ചെയ്യുന്നു. അതുപോലെ അഡ്വർടൈസ്മെന്റ് കോസ്റ്റ്, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലെ പോലെ തന്നെ അഡ്വർടൈസ്മെന്റ് ആൻഡ് സെല്ലിംഗ് കോസ്റ്റ് ഒലിഗോപ്പൊളിയിലും ഉണ്ട്. ഇനി കോമ്പറ്റീഷൻ ഉണ്ട്. കോമ്പറ്റീഷൻ എമംഗ് ഫ്യൂ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് തന്നെ ഈ മാർക്കറ്റിനെ. ഇനി എൻട്രി ആൻഡ് എക്സിറ്റ് ബാരിയേഴ്സ് ഇവിടെയും ഉണ്ട്. ഇനി സിക്സ്ത് വൺ, ലാക്ക് ഓഫ് യൂണിഫോമിറ്റി. യൂണിഫോമിറ്റി ഇല്ല. ഒരു ഫേമിന്റെ പ്രോഡക്റ്റ് മറ്റൊരു ഫേമിന്റെ പ്രോഡക്റ്റുമായിട്ട് സൈസിലും പിന്നെ കളറിലും എല്ലാം വ്യത്യാസമുണ്ട്. ഇനി കോസസ്, ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് ഒലിഗോപ്പൊളി ഉണ്ടാവാം. ഒന്ന്, ലാർജ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ഉണ്ടാവുമ്പോൾ അവിടെ ഒലിഗോപ്പൊളി ഉണ്ടാവാം. ദെൻ കൺട്രോൾ ഓഫ് ഇൻഡിസ്പെൻസബിൾ റിസോഴ്സസ്, ചില ഒഴിച്ചുകൂടാൻ പറ്റാത്ത റിസോഴ്സ് അതിന്റെ കൺട്രോൾ ചില ഫേംസിനുള്ളപ്പോൾ അത് എന്തിലേക്ക് വഴിതെളിക്കാം, ഒലിഗോപ്പൊളിയിലേക്ക് വഴിതെളിക്കാം. ദെൻ ലീഗൽ റെസ്ട്രിക്ഷൻസ് ആൻഡ് പേറ്റന്റ്സ് ചില ഫേംസിന് കിട്ടുന്നു. അപ്പൊ അതുകൊണ്ട് എന്തുണ്ടാവും, ഒലിഗോപ്പൊളി ഉണ്ടാവാം. ഇക്കോണമീസ് ഓഫ് സ്കെയിൽ, ചില ഫേംസ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തുന്നതിന്റെ ഫലമായിട്ട് അവർക്ക് ധാരാളം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് കോസ്റ്റ് അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ടാകും. അങ്ങനെയാണ് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ദെൻ സുപ്പീരിയർ എന്റർപ്രണേഴ്സ് ഉണ്ടാകാം, അതും ഒലിഗോപ്പൊളിയിലേക്ക് വഴിതെളിക്കുന്നു. ദെൻ മെർജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറയുന്ന, അതായത് ചില ഫേംസ് കൂടിച്ചേരുന്നു, പല ഫേംസ് തമ്മിൽ കൂടിച്ചേരുന്നതിനാണ് മെർജർ എന്ന് പറയുന്നത്. അതും ഒലിഗോപ്പൊളിയിലേക്ക് ലീഡ് ചെയ്യുന്നു. ദെൻ ഡിഫിക്കൽറ്റി ഓഫ് എൻട്രി ഇൻ ടു ദ ഇൻഡസ്ട്രി, ഒരു ഇൻഡസ്ട്രിയിലേക്ക് എൻട്രി ചെയ്യുന്നതിനുള്ള ഒരു ബ്ലോക്കേഡ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ട് ചില ഫേംസിന്. അത് എന്തിലേക്ക് വഴിതെളിക്കുന്നു, ഒലിഗോപ്പൊളി. ഇനി നമ്മൾ മറ്റുള്ള മാർക്കറ്റിലെ പോലെ തന്നെ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ഒലിഗോപ്പൊളിയാണ് നോക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ഫേമിന്റെ പ്രൈസ് മറ്റൊരു ഫേമിന്റെ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇന്റർ ഡിപ്പെൻഡൻസ് ഉണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അൺസർട്ടനിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇന്റർ ഡിപ്പെൻഡൻസ് ഉണ്ട് ഫേംസ് തമ്മിൽ, അതുപോലെ അൺസർട്ടനിറ്റിയും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ ഒരു ഫേം എടുക്കുന്ന തീരുമാനം മറ്റൊരു ഫേമിന് അറിയാൻ പറ്റില്ല എന്നുള്ളതാണ് അൺസർട്ടനിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിന്റെ ഡിഫറെന്റ് മോഡൽസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ കൂർനോട്ട് മോഡലാണ്. CC എന്ന് പറയുന്ന ഒരു കൂർനോട്ട് CC-യുടെ മോഡലാണിത്. അപ്പൊ ഇവിടെ ഫേംസ് ചില അസംഷൻസ് ഉണ്ട്. ഫേംസ് ഹോമോജിനസ് അല്ലെങ്കിൽ ഇൻഡിസ്റ്റിംഗ്വിഷബിൾ ആയിട്ടുള്ള ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ നോ അതർ ഫേംസ് ഇൻ ദ മാർക്കറ്റ് ടു പ്രൊഡ്യൂസ് സെയിം സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേറൊരു മാർക്കറ്റ് ഇല്ല. അതുപോലെ മറ്റൊരു ഫേംസിന് എൻട്രി ഇല്ല. കൊളൂസീവ് ബിഹേവിയർ പ്രൊഹിബിറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഫേംസ് എന്ത് ചെയ്യുന്നു, മറ്റുള്ള ഫേംസുമായിട്ടൊരു കാർട്ടൽ ഫോം ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ഒരു എഗ്രിമെന്റ് ഒന്നുമില്ല, പക്ഷെ മറ്റുള്ള ഫേംസിന്റെ ബിഹേവിയർ ഇവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതനുസരിച്ചിട്ട് കൂർനോട്ട് ഈ അസംഷൻസിനെ ബേസ് ചെയ്ത് കൂർനോട്ട് ഡിയോപ്പൊളി മോഡൽ റിലൈസ് ഓൺ ദി ഫോളോയിങ്. താഴെ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒന്ന്, ഈച്ച് ഫേം ചൂസസ് എ ക്വാണ്ടിറ്റി ടു പ്രൊഡ്യൂസ്. ഓരോ ഫേമും എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റി ചൂസ് ചെയ്യുന്നു. രണ്ടാമതായിട്ട്, ഓൾ ഫേംസ് മേക്ക് ദിസ് ചോയ്സ് സൈമൾട്ടേനിയസ്ലി. എല്ലാ ഫേംസും എന്താണ് ഈ ചോയ്സ് ഒരുപോലെ തന്നെ നടത്തുന്നു. ദെൻ ദ മോഡൽ ഈസ് റെസ്ട്രിക്റ്റഡ് ടു എ വൺ സ്റ്റേജ് ഗെയിം. ഒരു വൺ സ്റ്റേജ് ഗെയിം ആയിരിക്കും ഇവിടെ ഉള്ളത്. പിന്നെ ദ കോസ്റ്റ് സ്ട്രക്ചേഴ്സ് ഓഫ് ദ ഫേംസ് ആർ പബ്ലിക് ഇൻഫർമേഷൻ. കോസ്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് പബ്ലിക്കലി ഉള്ള ഒരു ഇൻഫർമേഷൻ ആണ്. അടുത്തത് ഇതിന്റെ ഒരു കാൽക്കുലേഷൻസ് ആണ്.
ഇതാണ് നമ്മുടെ മോഡൽ. ആൻ ഇക്വിലിബ്രിയം കനോട്ട് occur at a point not at the intersection of the two reaction curves. ഇതിപ്പോ AR1 എന്ന് പറയുന്നത് ഒരു ഫേമിന്റെ റിയാക്ഷൻ കർവും ഇത് MR1 എന്ന് പറയുന്നത് ആ ഫേമിന്റെ മാർജിനൽ റവന്യൂ കർവുമാണ്. ഇത് സെക്കൻഡ് ഫേമിന്റെ റിയാക്ഷൻ കർവ്സ് ആണ്. അപ്പൊ ഇവിടെ ഒരിക്കലും ഇവിടെ പറയുന്നത് എന്താണ്, കൂർണോട്ട് ഇക്വിലിബ്രിയം ഇസ് എ ബെസ്റ്റ് റെസ്പോൺസ് മെയ്ഡ് ഇൻ റിയാക്ഷൻ. അപ്പൊ ഇവിടെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, രണ്ടും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുന്നില്ല. നമ്മൾ സാധാരണ ഡിമാൻഡ് സപ്ലൈ ഇക്വിലിബ്രിയം ആവുന്നല്ലോ, അങ്ങനെ ഒരു ഇക്വിലിബ്രിയം ഇല്ല. കാരണം ഇത് രണ്ടിന്റെയും ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ പോകുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് വൺ ഫേം വുഡ് നോട്ട് ബി ഓൺ ഇറ്റ്സ് റിയാക്ഷൻ കർവ് ആൻഡ് വുഡ് therefore not be playing its optimal strategy. It has incentive to move elsewhere, thus invalidating the equilibrium. അപ്പോൾ ഇവിടെ ഒരു ഫേം മൂവ് ചെയ്യുന്നത് മറ്റൊരു ഫേം വാച്ച് ചെയ്യുന്നതുകൊണ്ട് ഇവർ തമ്മിൽ ഒരു ധാരണ ഇവിടെ ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെ ഒരു നാഷ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും ഇക്വിലിബ്രിയം കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഇവര് അസംഷൻസ് വയലേറ്റ് ചെയ്യണം. നേരത്തെ നമ്മൾ പറഞ്ഞ അസംഷൻസ് വയലേറ്റ് ചെയ്യണം. അപ്പോൾ രണ്ടുപേരും ഒരേ ക്വാണ്ടിറ്റി ഫിക്സ് ചെയ്യണം, ഒരേ പ്രൈസ് ഫിക്സ് ചെയ്യണം. അങ്ങനെയൊക്കെ ആണെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞ ഇന്റർഡിപെൻഡൻസ് ഉണ്ടെങ്കിൽ പോലും ഒരാളുടെ ഡിസിഷൻ മറ്റൊരാളുടെ ഡിസിഷനുമായിട്ട് അറിയുന്നില്ല, ഇവർ പരസ്പരം അറിയുന്നില്ല. അതുകൊണ്ടാണല്ലോ അൺസർട്ടനിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അൺസർട്ടനിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നിടത്തോളം കാലം ഇവരുടെ തമ്മിലുള്ള ഒരു റിയാക്ഷൻ എന്ന് പറയുന്ന ഈ രീതിയിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തേ ഉള്ളൂ. അടുത്ത മോഡൽ സ്റ്റാക്കിൾബർഗിന്റെ മോഡലാണ്. ഇതും ഒരു ഡിയോപ്പൊളി മോഡലാണ്. ഈ ഡിയോപ്പൊളി എന്ന് പറയുമ്പോൾ ടു ഫേംസ് തമ്മിലുള്ള ഒരു മാർക്കറ്റിനെയാണ് ഡിയോപ്പൊളി എന്ന് പറയുന്നത് കേട്ടോ. നമ്മളിവിടെ ഒരുപാട് ഫേംസ് ഉണ്ട്, ഫ്യൂ ഫേംസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ രണ്ട് ഫേമിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെയും ഡിയോപ്പൊളി മോഡലാണ് സ്റ്റാക്കിൾബർഗിന്റെയും. ഇവിടെ മറ്റേ കൂർണോട്ട് മോഡൽ പോലെ തന്നെ ഫേംസ് എന്ത് ചെയ്യുന്നു, ചൂസ് ചെയ്യുന്നു ക്വാണ്ടിറ്റീസ്. അവരെത്ര ക്വാണ്ടിറ്റി ആണോ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അത് ചൂസ് ചെയ്യുന്നു. അതുപോലെ ഡു നോട്ട് മൂവ് സൈമൾട്ടേനിയസ്ലി, ഒരുപോലെ മൂവ് ചെയ്യത്തില്ല. ഒരു ഫേമിന്റെ ഔട്ട്പുട്ട് പ്രൈസ് ഡിസിഷൻ വാച്ച് ചെയ്തിട്ട് അതനുസരിച്ചിട്ട് അടുത്ത ഫേമും പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഈച്ച് ഫേം ചൂസസ് എ ക്വാണ്ടിറ്റി ടു പ്രൊഡ്യൂസ്. എ ഫേം ചൂസസ് ബിഫോർ ദ അതർ ഇൻ ആൻ ഒബ്സർവബിൾ മാനർ. മറ്റുള്ള ഫേമിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ മോഡൽ ഇസ് റെസ്ട്രിക്റ്റഡ് ടു എ വൺ സ്റ്റേജ് ഗെയിം. ഒരു വൺ സ്റ്റേജ് ഗെയിം ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഫേംസ് ചൂസ് ദെയർ ക്വാണ്ടിറ്റീസ് ഓൺലി വൺസ്. ഒരു തവണയാണിത് ചൂസ് ചെയ്യുന്നത്. അടുത്തത് പോൾസ് വി സി മോഡലാണ്, കിങ്ഡ് ഡിമാൻഡ് കർവ് മോഡലാണ്. ഈ മോഡലില് പറയുന്നത് നമ്മുടെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഫേമിന്റെ മറ്റുള്ള മാർക്കറ്റിനെ പോലെ തന്നെ എല്ലാ അസംഷൻസിനും ഇതുണ്ട്, ഇതിനുമുണ്ട്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കിങ് ഡിമാൻഡ് കർവ് എന്നുള്ള കിങ്ഡ് ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാല് ഇവിടെ ഇത് ഇക്വിലിബ്രിയം ആണ്. ഈ ഇക്വിലിബ്രിയം കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അടുത്ത ഒരു സിറ്റുവേഷൻ കാണുന്നത് കിങ്ഡ് ഡിമാൻഡ് കർവ് ആണ്. അതായത് ഇവിടെ വരെ ഈ R എന്ന് പറയുന്ന പോയിന്റ് വരെ ഇത് മോർ ഇലാസ്റ്റിക് ആണ്. അതിനുശേഷം ഈ ഡിമാൻഡ് കർവ് എന്താവുന്നു, ലെസ് ഇലാസ്റ്റിക് ആവുന്നു. ഇത് നോക്കുക, സേ ദിസ് ഇസ് ദ ഡിമാൻഡ് കർവ്, മോർ ഇലാസ്റ്റിക്. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് സ്ലോപ്സ് ഡൗൺവേർഡ്സ്. ഇത് ഡൗൺവേർഡിലേക്ക് ഒരു സ്റ്റിക്കി ആയിട്ട് ഇങ്ങനെ മാറുന്നു. ഒരു ഒടിവുണ്ടാവുന്നില്ല ഇവിടെ. അപ്പൊ ഈ ഒരു നേച്ചർ ഓഫ് ഫേംസിനെയാണ് ഓഫ് ഡിമാൻഡ് കർവിനെയാണ് കിങ്ഡ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഡിമാൻഡ് കർവിനുണ്ടാകുന്ന കിങ് ഈ ഒരു പോയിന്റിൽ എന്തുണ്ടാവുന്നതിനൊരു കിങ് ഉണ്ടാവുന്നു. അപ്പൊ അതെന്താന്ന് വെച്ചാല് ഒരു ഫേം പ്രൈസ് കൂട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ഫേംസ് അത് കൂട്ടൂല, പ്രൈസ് കൂട്ടൂല. അതേസമയത്ത് ഫേം പ്രൈസ് കുറയ്ക്കാൻ ശ്രമിച്ചാൽ മറ്റുള്ള ഫേം എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ കിങ് ഉണ്ടാകുന്നത്. അപ്പോൾ പ്രൈസ് കുറച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ദിസ് വിൽ ബി ദ ഷേപ്പ് ഓഫ് ഡിമാൻഡ് കർവ്. ഇത് നമുക്ക് ഈ ഇത്രയും ഒരു പോർഷൻ, അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ, അതായത് കിങ്ങിന്റെ പോർഷനിൽ ഇവിടെയാണ് ഇൻഡിറ്റർമിനേറ്റ്നെസ് ഉണ്ടാകുന്നത്. ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ഡിമാൻഡ് കർവ് ആണ്. അപ്പോൾ ആ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് ഇങ്ങനെ ഈ ഡോട്ടഡ് ലൈൻ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഇക്വിലിബ്രിയം ഉണ്ടാകുന്ന എവിടെയാണ്, ഈ പോയിന്റിലാണ്. ഇതിനിടയ്ക്കാണ് ഡിമാൻഡ് കർവ് ഉണ്ടാകുന്നത്. ഈ ഒരു പോയിന്റിൽ ഇവിടെയൊക്കെയാണ് ഇക്വിലിബ്രിയം ഉണ്ടാകുന്നത്. കാരണം MC ആണല്ലോ സപ്ലൈ കർവ്. അപ്പൊ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് AR ആണല്ലോ. അപ്പോൾ അവിടെയാണ് ഇക്വിലിബ്രിയം ഉണ്ടാകുന്നത്. രണ്ടിന്റെ ഇന്റർസെക്ഷൻ പോയിന്റ് വരുന്നത് ഈ ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള പൊസിഷനിലാണ്. അടുത്ത നമ്മൾ പറഞ്ഞ കോപ്പറേറ്റീവ് വേഴ്സസ് നോൺ കോപ്പറേറ്റീവ് ബിഹേവിയർ ആണ്. ഇവിടെ കോപ്പറേഷൻ വരുന്ന
ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നോൺ കോപ്പറേറ്റീവ്നെസ് വരുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് ഈ ഒലിഗോപ്പൊളി മാർക്കറ്റിൽ കാണാൻ പറ്റുന്നത്. രണ്ട് സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞു, ഒന്ന് കൊലൂസീവും മറ്റൊന്ന് നോൺ കൊലൂസീവ്. കൊലൂസീവ് എന്ന് പറഞ്ഞ ധാരണ ഉണ്ടാകുന്നത്, നോൺ കൊലൂസീവ് എന്ന് പറഞ്ഞാൽ ഒരു ധാരണയും ഇല്ലാത്ത സിറ്റുവേഷനാണ്. ഇവിടെ ഒരു പ്രിസണേഴ്സ് ഡൈലമ എന്ന് പറഞ്ഞൊരു സിറ്റുവേഷനാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അതായത് രണ്ട് കള്ളന്മാർ ഒരു കുറ്റം ചെയ്യുന്നു. അപ്പോൾ ഇവർ പരസ്പരം അറിയാം ആരാണ് കുറ്റം ചെയ്തതെന്ന് അറിയാം. പക്ഷെ ഇവർ സമ്മതിക്കാതിരിക്കുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ടുപേരെയും രണ്ട് സെപ്പറേറ്റ് റൂമിലേക്ക് മാറ്റിയിട്ട് പറയുകയാണ്, നീ കുറ്റം സമ്മതിച്ചാൽ നിന്നെ വെറുതെ വിട്ടേക്കാം, പകരം മറ്റേ ആളെ കുറച്ച് വർഷത്തേക്ക് ജയിലിൽ അടയ്ക്കുമെന്ന് പറയുന്നു. ഓക്കെ, മറ്റേ ആളോട് ഇതുപോലെ പറയുന്നു, നീ കുറ്റം സമ്മതിച്ചാൽ നിന്നെ വെറുതെ വിടാം, മറ്റേ ആളെ ഇത്ര വർഷത്തേക്ക് ജയിലിൽ അടയ്ക്കുന്നു എന്ന് പറയുന്നു. നിങ്ങൾ രണ്ടുപേരും കുറ്റം സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ രണ്ടുപേരും മിനിമം 10 വർഷമെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരും എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ രണ്ടുപേരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് രണ്ട് റൂമിൽ വെച്ചിട്ട് ഇതുപോലെ കുറ്റസമ്മതം നടത്താൻ വേണ്ടി പറയുമ്പോൾ ഒരാളെടുക്കുന്ന തീരുമാനം മറ്റേ ആളിന് കുറ്റം സമ്മതിച്ചാൽ ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരും അല്ലേ. ഞാനിപ്പോൾ കുറ്റം സമ്മതിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, മറ്റേ ആളെ വെറുതെ വിടും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അയാൾ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വെറുതെ പോകാം, ഇയാളാ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അയാൾക്ക് വെറുതെ പോവാം, ഇയാൾ ജയിലിൽ കിടക്കേണ്ടി വരും. അത് തന്നെയായിരിക്കും ഇയാളും ചിന്തിക്കുന്നത്, ഞാൻ കുറ്റം സമ്മതിക്കാതിരുന്നാൽ ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരും, മറ്റേ ആൾ വെറുതെ വീട്ടിൽ പോവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ രണ്ടുപേർക്കും രണ്ടുപേരുടെയും പ്ലാൻ എന്താണെന്ന് അറിയുന്നില്ല. രണ്ടുപേരും സെപ്പറേറ്റ് റൂമിലാണല്ലോ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അവസാനം രണ്ടുപേരും കുറ്റം സമ്മതിക്കുകയും ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, രണ്ടുപേരും 10 വർഷം ജയിലിൽ കിടക്കുന്ന ഒരു സിറ്റുവേഷനാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിസണേഴ്സ് ഡൈലമ എന്ന് പറയുന്നത്. പ്രിസണേഴ്സിന് പറ്റുന്ന ഡൈലമയാണ്. ഇപ്പം നമ്മളിതുണ്ട് ഇവിടെ ഇയേഴ്സ് പറയുന്നുണ്ട്, അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി, മനസ്സിലാവും. അതുകൊണ്ട് ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. ഇവിടെ കൺഫെസ് ചെയ്ത് കഴിഞ്ഞാൽ 6, നോട്ട് കൺഫെസ് ആണെങ്കിൽ 9. അങ്ങനെ ഒരു എക്സാമ്പിൾ നമ്മൾ മാറ്റി പറയുകയാണത്. ഒരു എത്ര വർഷം വേണമെങ്കിലും മാറ്റി പറയാം. നോട്ട് കൺഫെസ് 9 ആണ്, ഇത് നോട്ട് കൺഫെസ് 1 ആണ്. പോസിബിലിറ്റീസ് ആണ് സംഭവിക്കുന്നത് ഇവിടെ. അപ്പോൾ അടുത്തത് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് ബിഹേവിയർ ആണ്. അപ്പോൾ കോപ്പറേറ്റീവ് ബിഹേവിയറിൽ പലതരത്തിലുണ്ട്. എക്സ്പ്ലിസിറ്റ് ആയിട്ട് കൊല്യൂഷൻ സംഭവിക്കാം എന്ന് വെച്ചാൽ ഇവർ ഒരു എഗ്രിമെന്റിൽ എത്തിച്ചേരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു യൂണിഫോം പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേറ്റ് ചെയ്തിട്ട് അതുപോലെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ഇതിൽ എത്തിച്ചേരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ കാർട്ടൽ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഇന്റർനാഷണൽ ലെവൽ എഗ്രിമെന്റ് ഫേംസ് തമ്മിൽ എത്തിച്ചേരുമ്പോൾ അതിനെ കാർട്ടൽ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ ഇൻഡിവിജ്വൽ ഫേംസിന് എപ്പോഴും പരസ്പരം ചീറ്റ് ചെയ്യാനുള്ളൊരു ഇൻസെൻറ്റീവ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പോസിബിലിറ്റി ഓഫ് ചീറ്റിംഗ് ഈസ് ലാർജ് ഇഫ് നമ്പർ ഓഫ് ഫേംസ് ഇസ് ലാർജ്. അതുപോലെ നമ്പർ ഓഫ് ഫേംസ് കൂടുതലാണെങ്കിൽ ഇങ്ങനെ ചീറ്റ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലാണ് എക്സ്പ്ലിസിറ്റ് കൊല്യൂഷന് സാധ്യത വരുന്നത്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ അവിടെ പ്രോഫിറ്റ്, ജോയിന്റ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത ടാസിറ്റ് കോപ്പറേഷൻ ആണ്. ഇവിടെ ഫേംസ് കോപ്പറേറ്റ് വിത്തൗട്ട് എനി എക്സ്പ്ലിസിറ്റ് എഗ്രിമെന്റ്, ഇറ്റ് ഈസ് കോൾഡ് ടാസിറ്റ് കോപ്പറേഷൻ. അപ്പോൾ എക്സ്പ്ലിസിറ്റ് എഗ്രിമെന്റ് ഒന്നും ഇല്ലാതെ ഫേംസ് സഹകരിക്കുകയാണെങ്കിൽ അതിനെ ടാസിറ്റ് കോപ്പറേഷൻ എന്നാണ് പറയുന്നത്. ടാസിറ്റ് കോപ്പറേഷനിൽ ഫേം എ പ്രൊഡ്യൂസസ് 1/2 ഓഫ് മൊണോപ്പൊളി ഔട്ട്പുട്ട് ഹോപ്പിംഗ് ദാറ്റ് ബി വിൽ ഡു ദ സെയിം. ഇപ്പോൾ എ ഹാഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ബാക്കി ഹാഫ് ബി പ്രൊഡ്യൂസ് ചെയ്യട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു ധാരണയിലെത്തുന്നതിനെയാണ് എന്താണ് ടാസിറ്റ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി നോൺ കോപ്പറേഷൻ സംഭവിക്കാം. എന്താണ് കോമ്പറ്റീഷൻ ഫോർ മാർക്കറ്റ് ഷെയർ. മാർക്കറ്റ് ഷെയറിന് വേണ്ടിയിട്ട് പരസ്പരം കോമ്പറ്റീഷൻ ഉണ്ടാക്കാം, കവേർഡ് ചീറ്റിംഗ് നടത്താം, കണ്ടസ്റ്റബിൾ മാർക്കറ്റ്സ് ആൻഡ് പൊട്ടൻഷ്യൽ എൻട്രി സംഭവിക്കാം. ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ വരാം. അപ്പോൾ ഈ കണ്ടസ്റ്റബിൾ മാർക്കറ്റിലെ രണ്ട് സിറ്റുവേഷനാണ്. എൻട്രി മസ്റ്റ് ബി ഈസി ടു അക്കംപ്ലിഷ്, ദെൻ 2 എക്സിസ്റ്റിംഗ് ഫേംസ് മസ്റ്റ് കൺസിഡർ പൊട്ടൻഷ്യൽ എൻട്രി വൈൽ മേക്കിംഗ് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷൻസ്. രണ്ട് സിറ്റുവേഷൻസ് അങ്ങനെ വരാം. ഇത് കാർട്ടലാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എഗ്രിമെന്റ് ആണ്. രണ്ട് ഫേംസ് തമ്മിൽ അല്ലെങ്കിൽ ഫ്യൂ ഫേംസ് തമ്മിൽ ഏർപ്പെടുന്ന ഒരു എഗ്രിമെന്റിനെയാണ് കാർട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ഗ്രൂപ്പ് ഓഫ് ഫേംസ് ദാറ്റ് ഗെറ്റ്സ് ടുഗദർ ടു മേക്ക് ഔട്ട്പുട്ട് ആൻഡ് പ്രൈസ് ഡിസിഷൻ. പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി ഇവർ ഒന്നിച്ചു കൂടുന്ന ഒരു തീരുമാനം എടുക്കുന്നതിനെയാണ് കാർട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ഒലിഗോപ്പൊളി മാർക്കറ്റിന്റെ ഒരു സിറ്റുവേഷനാണ്, കണ്ടീഷനാണ്.
Cartels tends to arise in markets where there are few firms and each firm has a significant share of the market. അപ്പോൾ ഇവിടെ ഓരോ ഫേമിന് എന്തുണ്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഷെയർ ഉണ്ട് മാർക്കറ്റിൽ. ഇവിടെ ഇത് ഇക്വിലിബ്രിയം ആണ്. മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂവും ഇവിടെ ഇത് മാർജിനൽ റവന്യൂ ആണ്, ഇത് മാർജിനൽ കോസ്റ്റ് ആണ്. ഇവിടെ ഇക്വിലിബ്രിയം സംഭവിച്ചു. അപ്പോൾ അതിനുശേഷം ആവറേജ് കോസ്റ്റ് ഹയർ ആയിട്ട് നിൽക്കുന്നു, പക്ഷെ അതിനേക്കാളും പ്രൈസ് ഹയർ ആയിട്ടാണ് ചാർജ് ചെയ്യുന്നത്. PD ആണ് പ്രൈസ്. സോ ഇത്രയും പ്രോഫിറ്റ് ഫേംസിന് എൻജോയ് ചെയ്യാൻ പറ്റും. ഇത് അവർക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്തെടുക്കാം ഫേംസിന്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് കാർട്ടൽ ഫോം ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത്രയും ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നത്. പരസ്പര ധാരണ ഇല്ലെങ്കിൽ അത് പറ്റൂല. അപ്പോൾ കൊല്യൂഷൻ എന്ന് പറയുമ്പോൾ പരസ്പരം ധാരണ വരുന്നതുകൊണ്ടാണ് ഓരോ ഫേംസിന് ഇത്രയും പ്രോഫിറ്റ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അടുത്ത സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ധാരണയോടുകൂടി പ്രവർത്തിക്കുന്ന ഫേംസിന് എന്ത് സംഭവം? ജോയിന്റ് പ്രോഫിറ്റ് മാക്സിമൈസേഷനും അതുപോലെ തന്നെ അത് നിങ്ങളുടെ ഈ സിലബസിലില്ല. ഇപ്പോൾ ഈ കാർട്ടലിൽ തന്നെയുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഒപ്പേക്ക് നമ്മൾ പഠിക്കുന്ന ഈ ഓയിൽ ആൻഡ് പ്രൈസ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കമ്പനീസ് ഉണ്ടല്ലോ, ഇവർ തമ്മിൽ ഈ കാർട്ടൽ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവം. ഇപ്പോൾ കാർട്ടലിൽ തന്നെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കാർട്ടലും ഉണ്ട്, അതുപോലെ എന്താണ് ജോയിന്റ് മാർക്കറ്റ് ഷെയറിംഗ് കാർട്ടൽസും ഉണ്ട്. അപ്പോൾ ആ ജോയിന്റ് മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഫേംസ് തമ്മിൽ ഒരു ധാരണയാക്കിയിട്ട് മാർക്കറ്റ് ഷെയർ ടോട്ടലായിട്ടുള്ള മാർക്കറ്റ് ഷെയറിനെ ഡിവൈഡ് ചെയ്ത് ഇവർ സെല്ലിങ് അവരുടെ ഔട്ട്പുട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ അതുവഴി അവർക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നു. അത് ചില കാർട്ടലിലെന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസിങ് ആണ്. അപ്പോൾ അവരെന്താണെന്ന് വെച്ചാൽ ഇതുപോലെ മാർക്കറ്റ് പ്രൈസ് ഹൈ പ്രൈസ് ഫിക്സ് ചെയ്യുന്നു. പരസ്പര ധാരണയാകുമ്പോൾ എല്ലാവരും ഈ പ്രൈസിൽ തന്നെ വിൽക്കുന്നു. ഇപ്പോൾ ഈ എണ്ണ കമ്പനികളുടെ തന്നെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. പെട്രോളിയം എല്ലാം ആര് സപ്ലൈ ചെയ്യുന്ന പെട്രോളിയം ആണെങ്കിലും ഭാരത് പെട്രോളിയം ആണെങ്കിലും ഹിന്ദുസ്ഥാൻ പെട്രോളിയം ആണെങ്കിലും റിലയൻസ് ആണെങ്കിൽ എല്ലാത്തിനും ഒരു ഏകദേശം ഒരു പ്രൈസ് തന്നെയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ പ്രൈസ് നമ്മളെല്ലാവരും വാങ്ങിക്കുന്നത്. ആക്ച്വലി ഇവർക്ക് പല പല പ്രൈസിൽ വിൽക്കാം, പക്ഷെ ഇവരത് ചെയ്യൂല. ഇവർ തമ്മിലൊരു കാർട്ടലായിട്ട് എന്താ ചെയ്യുന്നത്? ഇവർ ഹൈ പ്രൈസിൽ വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും പ്രോഫിറ്റ് എല്ലാ കമ്പനികൾക്കും കിട്ടുന്നു. അതൊരു ജോയിൻ്റ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. അതുപോലെ സെയിൽസ് മാക്സിമൈസേഷൻ പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഒലിഗോപ്പൊളി മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ.